ഇന്നലെ അവർ കൊടുത്ത അഫിഡവിറ്റ് വളരെ ലേറ്റായിട്ടാണ് ഞങ്ങൾക്കെല്ലാം ലഭിച്ചത്. അതിന് പുതിയ റിട്ടേൺ സബ്മിഷൻ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മുൻ നിലപാടിൽ നിന്ന് യാതൊരു വ്യത്യാസവും അവർ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ എടുത്ത നിലപാട് മാറ്റി എന്നുള്ള ദേവസ്വം മന്ത്രിയുടെ വാദം പച്ചക്കള്ളമാണ്. മുൻ നിലപാടിൽ നിന്ന് സർക്കാർ മാറിയിട്ടില്ല. ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിക്കാത്തതൊരു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന നിലപാടെടുത്തുകൊണ്ടാണ് 5 അംഗ ഭരണഘടനാ ബെഞ്ച് യുവതി പ്രവേശനത്തിന് അനുമതി 2017 നൽകിയത്. മറിച്ച് യുവതി പ്രവേശനം അനുവദിക്കാത്തതൊരു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു സർക്കാർ ഫയൽ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അത് ഇതുവരെ സർക്കാർ ഫയൽ ചെയ്തിട്ടില്ല. സർക്കാർ ഫയൽ ചെയ്ത റിട്ടേൺ സബ്മിഷൻ പേജ് നമ്പർ 10 പാരഗ്രാഫ് ബി നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അതിലാകെ പറയുന്നത് മതപുരോഹിതന്മാരോടും നവോത്ഥാന നായകന്മാരോടും അഭിപ്രായം തേടി സുപ്രീം കോടതിക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് മാത്രമാണ് ഗവൺമെന്റ് പറയുന്നത്. അതെന്താണ്? അവരുടെ ഗവൺമെന്റ് എന്തുകൊണ്ട് നിലപാട് വ്യക്തമാക്കുന്നില്ല? ശബരിമലയിൽ സ്ത്രീകളെ കയറ്റരുത് എന്നുള്ള നിലപാട് എന്തുകൊണ്ട് ഗവൺമെന്റ് എടുക്കുന്നില്ല? അതാണ് ഇവിടുത്തെ മുഖ്യമായ വിഷയം. ഇപ്പോൾ ബോധ്യമാകുന്ന കാര്യം സർക്കാർ മുൻ നിലപാട് തിരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് വിശ്വാസികളെ കബളിപ്പിക്കുകയല്ലേ? മാത്രമല്ല, ഇത് വിശ്വാസികളെ വഞ്ചിക്കുന്നതിന് തുല്യമല്ലേ? ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അടിയന്തരമായി സർക്കാർ ഈ റിട്ടേൺ സബ്മിഷൻ പിൻവലിക്കണം. പിൻവലിച്ച് യുവതികളെ ശബരിമലയിൽ കയറ്റരുത് എന്ന ഉമ്മൻചാണ്ടിയുടെ നിലപാട്, ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അന്ന് കൊടുത്ത അഫിഡവിറ്റ് പൂർണ്ണമായും അംഗീകരിക്കണം. അത് അംഗീകരിക്കാതെ ഇന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിട്ടേൺ സബ്മിഷൻ വിശ്വാസികളെ കബളിപ്പിക്കലാണ്, ഒളിച്ചോട്ടമാണ്. ഗവൺമെന്റ് നടത്തുന്ന ഈ ഒളിച്ചോട്ടത്തിന് വിശ്വാസ സമൂഹം തിരിച്ചടി നൽകും. ഇപ്പോഴും ഗവൺമെന്റ് വ്യക്തമാക്കട്ടെ, ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കില്ല എന്ന് എവിടെയാണ് ദേവസ്വം മന്ത്രി പറഞ്ഞിട്ടുള്ളത്? ദേവസ്വം മന്ത്രിയുടെ വാദം എവിടെയാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ചുരുക്കത്തിൽ ശബരിമലയിൽ യുവതികളെ കയറ്റാം എന്നുള്ള മുൻ നിലപാടിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറിയിട്ടില്ല. അവരാകെ പറഞ്ഞിരിക്കുന്ന നവോത്ഥാന നായകന്മാരെയും അതോടൊപ്പം തന്നെ പുരോഹിതന്മാരെയും വിളിച്ച് സുപ്രീം കോടതി അഭിപ്രായം അറിയണമെന്ന് മാത്രമാണ്. അത് പറയുമ്പോൾ മുൻ നിലപാട് എവിടെയാണ് തിരുത്തിയത്? എവിടെയാണ് വിശ്വാസികളോടൊപ്പം ഗവൺമെന്റ് നിൽക്കുന്നത്? അവ വിശ്വാസികളുടെ വികാരത്തെ പൂർണ്ണമായും ചവിട്ടിമെതിക്കുകയാണ് ഇപ്പോഴും ഗവൺമെന്റ് ചെയ്യുന്നത്. ശബരിമലയിൽ യുവതികളെ കയറ്റിയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അത് വിശ്വാസ സമൂഹം തിരിച്ചറിയുമെന്നാണ് എനിക്ക് ഗവൺമെന്റിനോടും ദേവസ്വം മന്ത്രിയോടും പറയാൻ.